കൂട്ടുകാർക്ക് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം സുധിയുടെ കള്ളത്തരങ്ങളൊക്കെ സച്ചി പൊളിച്ചെടുക്കുകയാണ്. കാരണം വീഡിയോസും കാര്യങ്ങളും എല്ലാം സച്ചി തെളിവ് സഹിതം വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ അത് ഇന്നലെ ഉച്ചക്കിട്ട വിശേഷത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ കള്ളത്തരങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തെളിവ് സഹിതം പിടിക്കുന്നേ. അങ്ങനെ ടി വിക്കകത്തിട്ട് കാണിച്ചു കഴിഞ്ഞപ്പത്തിന് എല്ലാവരും ഒരു നിമിഷം ഞെട്ടലോടെ നിൽക്കുകയാണ്. ആർക്കും ഇതും കൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ സുധി രാവിലെ ജോലിക്കെന്നും പറഞ്ഞു പോണത് അപ്പൊ ഈ പാർക്കിലേക്കായിരുന്നു. പാർക്കിൽ പോയി സമയം കളയുമായിരുന്നു അവന്. ഇതെല്ലാം ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് സഹിച്ചില്ല. അപ്പൊ ഇത്രയും കാലം അവൻ തന്നെ വഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്നു. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് ശ്രുതി നിൽക്കുവാണ്. ഇതിൽ പരവും നാണക്കേട് വേറെ ഇല്ല. ഇത്ര ദിവസം തന്റെ ഭർത്താവ് വലിയ ജോലിക്കാരനാണ്, കാർ ഷോറൂമിലാണ് ജോലി ചെയ്യുന്നത്, സെയിൽസ് എക്സിക്യൂട്ടീവാ എന്നൊക്കെ പറഞ്ഞൊരു കുടുംബത്തില് രേവതിനെ എല്ലാവരും ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരുന്ന. അങ്ങനെ രേവതിയുടെ മുന്നിൽ ശ്രുതി ഒന്നും അല്ലാതായി തീരുക. പിന്നീട് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം സച്ചി പറഞ്ഞ് കണ്ടല്ലോ എല്ലാരും. ചന്ദ്രമതിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഇപ്പൊ മനസ്സിലായല്ലോ മകനെ കുറിച്ച് എന്താന്ന്. അതോ ഇനി അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നോ മകൻ എല്ലാ ദിവസവും ചോറും കാപ്പിയൊക്കെ പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിടുമ്പോ അമ്മയ്ക്ക് അറിയായിരുന്നോ മകൻ പാർക്കിൽ പോയി ഉറങ്ങിയിട്ട് വരാൻ പോകുന്നതെന്ന്. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറയണം. എനിക്ക് അമ്മേനെ നല്ല വിശ്വാസക്കുറവുണ്ടെന്ന് പറയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധിയുടെ വരവങ്ങോട്ട്. സുധി വന്ന് കേറുന്നതും വെറുതെ അല്ല വരുന്നേ. സുധി വന്നിട്ട് പറയാം, എന്നാലും ഈ വീട്ടിലേക്ക് കയറുന്നതിന്റെ വഴി ആ ഗേറ്റിന്റെ അടുത്തായിട്ട് ആ പൂക്കട വെക്കേണ്ട കാര്യമുണ്ടോ? എന്തൊരു സ്മെല്ല, മൊത്തം ഈച്ച കൊതുകെല്ലാം പിടിച്ചിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ അതാ പൂക്കട കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടാ. എന്റെ കൊളീഗ്സ് ഒക്കെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും അവർക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എനിക്ക് നാണക്കേടുണ്ടാക്കുന്ന കാര്യമല്ലേ ഇത്. അവരുടെയൊക്കെ മുന്നിൽ ഞാൻ തല താഴ്ത്തി നിൽക്കേണ്ടി വരും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം സച്ചി വെച്ച്, നീ എന്താടാ പറഞ്ഞു, കൊളീഗ്സോ? പെട്ടെന്ന് ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, അത് കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ. അങ്ങനെ അവർക്ക് നാണക്കേടാണോ നീ ഈ പൂക്കട ഇവിടെ വെക്കുന്നുണ്ട്? അവർക്ക് നാണക്കേടല്ല, എനിക്ക് നാണക്കേടാ അവരുടെയൊക്കെ മുന്നില്. കാരണം അവരൊക്കെ ഈ വഴി എപ്പോഴും പോകുന്നവരാ. അപ്പൊ അവര് ചോദിക്കില്ലേ, ഇതെന്താ നിന്റെ വീടിന്റെ മുന്നിൽ ഒരു പൂക്കട ഇരിക്കുന്നേ? മാത്രമല്ല എനിക്ക് എപ്പോഴും ഒത്തിരിയധികം ക്ലയൻസ് ഒക്കെ വരുന്ന. അപ്പൊ അവർക്ക് ഈ വീടിന്റെ വാതിൽക്കൽ കൂടെ പോകുന്നവരാണെങ്കിൽ എനിക്കൊരു വില കിട്ടത്തില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഈശോ, ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, നീ ഇത്ര വലിയ ആളാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സുധി എന്ന് സച്ചി പറയാണ്. പിന്നീട് സുധി ഇത് പറഞ്ഞിട്ട് എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുക. അപ്പൊ എല്ലാരും ഇങ്ങനെ അന്താളിപ്പോടെ ഇവിടെ നോക്കിയിരിക്കുകയാണ്. സുധി എത്ര വിദഗ്ധമായിട്ടാണ് കള്ളത്തരം പറയണേന്നുള്ളത്. സച്ചി പറഞ്ഞു, നീ നേരത്തെയാണോ നിൽക്കും? ഞാനിന്ന് നേരത്തെയാ. അതെന്താ പറ്റി ഇന്ന് നേരത്തെ വന്ന്? അതൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറയണം. ഇന്ന് ഞങ്ങളുടെ കമ്പനിയിലേക്ക് ആരാ കാർ നോക്കാൻ വന്നേന്നറിയാവോ? ആരടാ? അറിയില്ല എന്ന് പറയണം. അപ്പോഴേക്കും ശ്രുതിയുടെ ഒക്കെ മുഖത്ത് രക്തമയമില്ല. കാരണം കള്ളത്തരം പറയുമ്പം സച്ചി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്താ പറയണേന്ന് അറിയാമല്ലോ. ബാക്കി എല്ലാരും ആകാംക്ഷപൂർവ്വം കേട്ടിരിക്കുക ഈ സുധിയുടെ കള്ളത്തരം. ഇന്ന് വന്ന പ്രശസ്തനായ ഒരു നടനാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, എടാ സുധി മതി, നിർത്താൻ പറയണം. എന്തിനാ അമ്മ മിണ്ടായിരിക്കണേ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർന്നല്ലോ. സച്ചു പറഞ്ഞു, ആഹാ കൊള്ളാലോ. എന്നിട്ടോ ആ വലിയ നടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ മാനേജർ എന്നെ അയാളുടെ അടുത്തേക്ക് വിട്ടത് കാർ മേടിക്കാനായിട്ട്, കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടോ നീയാണോ പോയി എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്ത് കൊടുത്തേ? അതെയോന്നോ? എല്ലാ കാര്യം ഞങ്ങൾ അതിവിദഗ്ധമായിട്ട്, ഞാനല്ലേ ആള്, എല്ലാം പറഞ്ഞ് അയാളെ മനസ്സിലാക്കി. ഒരു കാറ് നോക്കാൻ വന്നയാള് 2 കാറിന് ഓർഡർ തന്നിട്ട് പോയെന്ന് പറയാം. നീ കൊള്ളാലോ. അത് മാത്രല്ല അയാള് പോയപ്പോ എന്താ പറഞ്ഞെന്നറിയാവോ? ഇനി അയാളുടെ പരിചയത്തിലുള്ള സിനിമാക്കാരിക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിടാം വണ്ടി എടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. നീ ഇത്രയ്ക്ക് വലിയവനാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ കുടുംബത്തിന്റെ ഭാഗമാ, അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഭാഗ്യമാ ഇത്രയും നല്ലൊരു മകനെ കിട്ടിയത്, അല്ല അമ്മയെന്ന് ചോദിക്കണം. ചന്ദ്രമതി സുധിയോട് പറഞ്ഞു, മതി സുധി, നിർത്തിയാരെ, എന്തിനാന്ന് ചോദിക്കണം. അമ്മ ഞാൻ പറഞ്ഞു തീർന്നില്ലോ. ഇത് കേട്ടപ്പോ സച്ചോട്, ഇനിയിപ്പൊ നിനക്ക് എന്താണെങ്കിലും അവർക്കിടയിൽ നല്ലൊരു പേര് കാണൂല്ലേ എന്ന് ചോദിക്കണം. പിന്നെ ഉറപ്പായിട്ടും കാണും. അപ്പൊ ഇപ്പൊ നിനക്ക് സിനിമയ്ക്ക് ചാൻസ് കിട്ടുമോ അഭിനയിക്കാനായിട്ടൊക്കെ? അല്ല, ചിലപ്പോ നീ ഒന്ന് ഉത്സാഹിക്കുവാണെങ്കിൽ സിനിമയ്ക്കകത്ത് ചിലപ്പോൾ നിനക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടുമായിരിക്കും. കാരണം അത്രയ്ക്ക് നന്നായിട്ട് നീ പെർഫോം ചെയ്യുന്നവനല്ലേ. ഓസ്കർ അവാർഡ് മേടിക്കാനായിട്ടുള്ള വകുപ്പ് നിനക്ക് ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പം സുധി പറഞ്ഞു, വേണ്ട, നീ അത്രയ്ക്ക് അവിടെ കളിയാക്കൊന്നും വേണ്ട. ഒരു പക്ഷെ ഞാൻ ആ നടനോട് പറയുകയാണെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടും എന്ന് പറയാം. ഉറപ്പായിട്ടും കിട്ടും, നീ ധൈര്യമായിട്ട് പൊക്കോ, നിനക്ക് ഏറ്റവും ഉയരത്തിലെത്താൻ സാധിക്കും. ഈ കമ്പനി ഷോറൂമും വണ്ടി പണിയൊക്കെ ആയിട്ട് എന്നിട്ട് വല്ല കാര്യമുണ്ടോ സുധി എന്നൊക്കെ സച്ചി പറയാം. പിന്നീട് സച്ചി പറഞ്ഞു, എന്താണ് നീ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, നമുക്കൊരു ഷോർട്ട് ഫിലിം അങ്ങോട്ട് കാണാന്ന് പറയണ. ഷോർട്ട് ഫിലിമോ? എന്ത്? അതൊക്കെ ഉണ്ട്, നീ നോക്ക്, ഇവിടെ എല്ലാരും ഒന്ന് കണ്ടതാ, ഇനിയിപ്പൊ നീയും കൂടി ഇതൊന്ന് കാണാൻ പറയണം.
സച്ചി ഞാൻ മടുത്തു വന്നാ. ഇത് നീ ഇത് കണ്ടിട്ട് പോയാൽ മതി. നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ടുള്ള കാര്യം പാർക്കിലെ കൂർക്കമലി, അതാണ് അതിന്റെ പേര്. നല്ല കോമഡിയാ, കണ്ടിരിക്കേണ്ടെന്ന് പറയണം. ആഹാ, എന്നാ കൊള്ളാലോ, ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഈ സമയം ചന്ദ്രമതി ഇന്ന് ഉരുകി നിൽക്കുകയാണ്. എന്റെ ഭഗവാനെ. പിന്നീട് സച്ചി അങ്ങോട്ട് പ്ലേ ചെയ്യുവാണ് ജീവിക്കത്ത്. ആഹാ, ഇത് മറ്റേ ആ കുട്ടികളുടെ അവിടുത്തെ ആ പാർക്കല്ലേന്ന് ചോദിക്കും. അതെ, ആ കുട്ടികളുടെ പാർക്ക് തന്നെ ഇത്. അപ്പോഴേക്കുമാണ് സുധിയെ കാഴ്ച കിടന്ന് താനും തന്റെ കൂട്ടുകാരനും കൂടി ഇരുന്ന് കടല കുറിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് സുധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ സ്പീഡപ്പ് വിടാം, കാരണം മറ്റൊന്നുമല്ല, ഈ വീട്ടിലെല്ലാവരും ഇതൊന്നും കണ്ടല്ലേ, ഒരു റൗണ്ട് കണ്ടല്ലേ, അവർക്ക് ബോറടിക്കണ്ടല്ലോ. പിന്നെ നിനക്ക് കഥയെ അറിയാവുന്നതുകൊണ്ട് പിന്നെ ഇച്ചിരി ഓടിച്ചു വിട്ടാൽ പോരെ നിൽക്കും. അങ്ങനെ ആദ്യ അവസാനം മൊത്തം കാണിക്കുകയാണ്. ശ്രുതിക്ക് ആരുടെ മുഖത്തേക്ക് നോക്കണം എന്നറിയത്തില്ല. ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കണോ അതോ ഇനി സച്ചിയുടെ മുഖത്തേക്ക് നോക്കണോ? പെട്ടെന്ന് ശ്രുതി ഒന്നും മിണ്ടാ നിൽക്കും. എന്താടാ നീ ഒന്നും പറയാത്തെ, കണ്ടോന്ന് ചോദിക്കുകയാണ്. നിന്റെ ജോലി എല്ലാം ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായെന്ന് പറയണം. ശ്രുതി പറഞ്ഞു, അത് ഞാൻ കൂടുതലൊന്നും പറയണ്ടാ. നിനക്ക് നാണമുണ്ടോ രാവിലെ ഇവിടുന്ന് പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോകാനായിട്ട്? എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് രാവിലെ ഉണ്ടാക്കുന്ന, പിന്നെ എന്റെ അമ്മ അത് പൊതിഞ്ഞു കെട്ടി കൊടുത്തുവിടും. നീയാ പാറയ്ക്ക് പോയി നല്ല തമാശയും പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് അവിടെ കളിച്ചിരിച്ച് ഫുഡും കഴിച്ച് കിടന്നുറങ്ങി ഇങ്ങോട്ടേക്ക് വരും. ഇത് കേട്ട് കഴിഞ്ഞപ്പം സുധിയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസമില്ല. സുധി ഇങ്ങനെ നിൽക്കണം. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, അല്ല നീ ചെയ്ത് ശരിയാ നിനക്ക് തോന്നുന്നുണ്ടോ സുധി നിൽക്കുക? അച്ഛൻ ഞാൻ കൂടുതലൊന്നും പറയണ്ട. എടാ നിനക്ക് ജോലി ഇല്ലെങ്കിൽ ജോലി ഇല്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? നീ എന്തിനാടാ ഇത്ര വലിയൊരു കള്ളത്തരം കാണിച്ചെന്ന് ചോദിക്കുക. പിന്നീട് ചന്ദ്രമതിയുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, സത്യം പറ ചന്ദ്രേ, നിനക്ക് ഈ കാര്യങ്ങൾ അറിയാനും ചോദിക്കുകയാണ്. അത് ഞാൻ കൂടുതലും പറയണ്ട, അറിയായിരുന്നോ ഇല്ലയോ? കാരണം ഇതിനു മുമ്പ് ആധാരം കൊടുത്ത കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇവന് കൂട്ടുനിന്നിട്ടുള്ള ആള് നീയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാ, ഇവന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തോളാ നീ. അതാ എനിക്ക് സംശയം, നിനക്കും കൂടെ അറിയാമായിരുന്നോന്ന്. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, എനിക്കറിയായിരുന്നു. ഓഹോ, അപ്പൊ നിനക്കും അറിയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നീയും കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. അത് പിന്നെ ഇവന് ജോലി ഇല്ലാന്ന് വന്ന് കണ്ടാ പിന്നെ ഇവിടെ ആപ്പടെ പ്രശ്നമാവുമല്ലോ. സച്ചി മിണ്ടാതിരിക്കത്തില്ല. അവനെപ്പോഴും ഓരോന്ന് പറഞ്ഞ് ഇവനെ ചൊറിഞ്ഞോണ്ടിരിക്കത്തുള്ളൂ. അത് ശരിക്കും അറിയാവുന്നോണ്ടാ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയായിരുന്നേ. രവീന്ദ്രന്റെ അടിമുടി അങ്ങോട്ട് പെരുത്ത് കയറി. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, കണ്ടില്ലേ അച്ഛാ, എല്ലാരും കൂടെ ഒത്തുള്ള കളിയായിരുന്നു. പിന്നീട് ശ്രുതിയുടെ അടുത്തേക്ക് സച്ചി എല്ലുവേണം. അല്ല ബ്യൂട്ടി പാർലറമ്മയ്ക്ക് അറിയാമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. എന്നാലും കൊള്ളാം, ഭർത്താവ് ഇങ്ങനത്തെ ഒരു വലിയൊരു ചതിയെ ചെയ്തോണ്ടിരിക്കണമെന്ന്. ഓ, ഭാര്യയും ഭർത്താവും എല്ലാരും കൂടെ ഒത്തോണ്ടായിരിക്കുമല്ലേ ഈ കളികളൊക്കെ കളിച്ചോണ്ടിരുന്നേ. കൊള്ളാം, ചക്കിക്കൊത്ത ചങ്കരൻ രണ്ടുപേരും ചേരൂന്ന് പറയാണ്. പെട്ടെന്ന് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, അല്ല സുധിയേട്ടന് ജോലി ഇല്ലായിരുന്നില്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോറൂമിൽ വന്നപ്പോഴില്ലായിരുന്നു. പക്ഷെ ഇത്രയ്ക്കൊന്നും അറിയില്ലായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ കാറ് മേടിക്കാൻ ഷോറൂമിലേക്ക് വന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ആകെ പണം നാണം കിട്ടു പോനല്ലോ. എങ്കിലും ഒരു വാക്ക് നിങ്ങൾ സുധിയേട്ടന് തുറന്നു പറയായിരുന്നു ജോലി ഇല്ല എന്നുള്ള കാര്യം. സുധിയേട്ടൻ എന്താ ഇത് മറച്ചു വെച്ചെന്ന് ചോദിക്കണം. അത്ര സമയം രേവതി ഒന്നും മിണ്ടിയില്ല. രേവതി വന്നിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു, എന്നാലും ഇത് വലിയ മോശക്കേടായി പോയിട്ടോ ശ്രുതി. അല്ല ഈ സമയത്ത് ഇത് പറയാമോന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഡ്രസ്സ് അലക്കാൻ വേണ്ടി നീ എന്നെ കൊണ്ട് തന്നു. എന്നിട്ട് പറഞ്ഞെന്താ, നിന്റെ ഭർത്താവിനെ പോലെ ഞാൻ എന്റെ ഭർത്താവ് വണ്ടി ഓടിക്കുമല്ല, കാർ ഷോമിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെയാ പറഞ്ഞേ. അതെ, എന്നെ അന്ന് കളിയാക്കുകയും ചെയ്തു. എന്നിട്ടോ ഇപ്പൊ ഒരു ജോലി പോലും ഇല്ലാതെ പാർക്കിൽ പോയിരിക്കുമല്ലേ. ഇവിടുന്ന് അലയ്ക്ക് തേച്ച് കൊടുക്കുന്ന ഷർട്ടൊക്കെ ഇട്ട് ഷർട്ട് പോലും ചുളുങ്ങാതെ എഴുന്നേറ്റ് വരുമല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ശ്രുതിക്ക് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? രണ്ടടി കർണത്ത് കിട്ടിയാൽ പോലും ശ്രുതിക്ക് ഇത്ര വിഷമം ഉണ്ടാകത്തില്ലായിരുന്നു. അതും രേവതിയാണ് പറയണേ. രേവതിന് മുന്നിൽ പോയതിലും താൻ ചെറുതായല്ലോ എന്ന് ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വീർപ്പുമുട്ടലും വെപ്രാളവും ഒക്കെ ആയിരുന്നു ശ്രുതിക്ക് ഉണ്ടായിരുന്നേ. ആ സമയം പെട്ടെന്ന് വർഷ പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല സുധിയേട്ടാ. സുധിയേട്ടനുള്ള കാര്യം സത്യം കൂടി തുറന്നു പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ ചെയ്ത മോശമായി പോയെന്ന് പറയണം. എങ്ങനെ എല്ലാവരും നാനാ വഴിക്കുന്ന കുറ്റപ്പെടുത്തുവാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതി പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ശ്രുതി, ഞാൻ എന്നോട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി മുറിയിലേക്ക് ഒരു കഥക് വലിച്ചങ്ങ് അടയ്ക്കുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ശ്രുതിനെ ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറയണം. എടാ, നീ ചെയ്ത മോശം പരിപാടിയായി പോയി. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. ആണുങ്ങളാണ് കുറച്ചൊക്കെ അന്തസ് വേണ്ടേ? ഇങ്ങനെ കള്ളത്തരം പറഞ്ഞാണ്ടാ മുന്നോട്ട് പോണ്ടേ? നിനക്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് ആ കാര്യം അന്തസ്സായിട്ട് പറയായിരുന്നല്ലോ. നീ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് എവിടുന്നാണ് പിന്നെ പൈസ കൊണ്ട് തന്നുകൊണ്ടിരുന്നേന്ന് ചോദിക്കാം. അത് കേട്ടപ്പം ശ്രുതിയുടെ വായിക്കാനാവില്ല. ഇവളായിരിക്കും ഈ ചന്ദ്രയായിരിക്കും നിനക്ക് തന്നോണ്ടിരുന്നേ. കാരണം നിന്നെ ഇങ്ങനെ വളർത്തി വഷളാക്കുന്ന ഇവിടെ ഒറ്റ കാരണമാണല്ലോ. ഇനി നീ ഇവിടെ നിന്ന് കറങ്ങണ്ട. ഒരു കാര്യം ഉറപ്പായി, നിന്റെ കാര്യത്തിലുള്ള പ്രതീക്ഷകളൊക്കെ എനിക്ക് നശിച്ചു. അതെ, അവളെ പോയി ആശ്വസിപ്പിക്കാൻ നോക്ക് ശ്രുതിനെ. അവളുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം. പിന്നീട് ശ്രുതിയുടെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, നീ എന്നാലും ഇത്രയ്ക്ക് എന്നെ നാണം കെടുത്തണ്ടായിരുന്നില്ല. നിന്നോട് അന്നേ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ തുറന്നു പറയാനായിട്ട്. അപ്പോഴോ നീ ഒന്നും പറഞ്ഞില്ല.
അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കണ്ടില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പോയി ആശ്വസിപ്പിക്കുക അവളെ സമാധാനിപ്പിക്കുക ശ്രുതിനെ. പെണ്ണിന്റെ മനസ്സാ, എന്താ ഏതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം. പിന്നീട് ശ്രുതി നേരെ ശ്രുതിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക. ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വലിയ ചതിയെ ചെയ്തെന്നുള്ളേ. അവൾ അതിനേക്കാളും വലിയ ചതി ചെയ്തെന്നിരിക്കുന്നുള്ള കാര്യം ഈ പറയുന്ന ശ്രുതിക്ക് അറിയത്തില്ലല്ലോ. ചെന്ന് കഴിയുമ്പത്തേനും ശ്രുതിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റി. തൊട്ടുപോലെ എന്നെന്ന് പറയാണ്. എന്നോട് ക്ഷമിക്ക് ശ്രുതി എന്ന് പറയാണ്. ക്ഷമിക്കാനോ? ഇത്രയും കാലം നിങ്ങളോട് എനിക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു, ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ഇല്ലാതായെന്ന് പറയണം. അങ്ങനെ പറയരുത്. എനിക്ക് ജോലി ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ വെറുക്കുമെന്ന് ഭയന്ന ഞാൻ അങ്ങനെയൊക്കെ പറയാതിരുന്നേ. നിനക്ക് എന്നെ ഇഷ്ടപ്പെടാതെ വരുവോ, നീ നിന്റെ വീട്ടിലേക്ക് പോവാന്നൊക്കെ ഭയന്നു. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ശ്രുതി, അതുകൊണ്ടാന്ന് പറയണേ. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എന്നാലും നിങ്ങൾ എന്തൊരു ചതി എന്നോട് ചെയ്തേ. എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടു. ആ രേവതിയുടെ മുന്നിൽ വരെ ഞാൻ നാണം കിട്ടു. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇതുപോലത്തെ ഒരു ഭർത്താവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്ന, ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തേ? ഇത്രയും കാലം എല്ലാവരെയും പറ്റിച്ച് ജീവിച്ചു. ഇതിപ്പോ ഇപ്പോഴെങ്കിലും കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തില്ലായിരുന്നോ? എവിടെയും നിങ്ങൾ ജോലിക്ക് ശ്രമിക്കൊന്നുമില്ല. എന്റെ പ്രതീക്ഷ എന്താ? എന്റെ ഭർത്താവ് നല്ല രീതിയിലുള്ള ജോലിയിലാന്നുള്ള ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത്. എന്തിനാ സുധി എന്നോട് ഈ ചതി ചെയ്തേ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേന്ന് ചോദിക്കാം. പെട്ടെന്ന് സുധി എന്നിട്ട് പറഞ്ഞു, ഞാൻ വേണം നിന്റെ കാലി വീണ് മാപ്പ് പറയാം, എന്നോട് ക്ഷമിക്കാൻ പറയണം. എന്നോട് ആരും മാപ്പൊന്നും പറയണ്ട. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പം സുധിക്ക് എന്നോടല്ല സ്നേഹം. ഇത് കേട്ടപ്പോൾ അങ്ങനെ പറയരുത് ശ്രുതി. ഞാൻ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത്. നീ ഇല്ലാത്ത എനിക്കൊരു ജീവിതം പോലും ഇല്ല, അറിയാലോ. ഒരു പക്ഷെ നീ പിണങ്ങി പോകുന്ന കരുതിയിട്ടാ ഞാനിത് പറയാതിരുന്നേ. അങ്ങനെ വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലാത്തോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ സോപ്പിടുകയാണ്. ശ്രുതി അമ്പിനും വെല്ലിനും അടുക്കുന്നില്ല. ശ്രുതി പറഞ്ഞു, ഒരു വാക്കെങ്കിലും എന്നോട് നേരത്തെ പറയുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ശ്രുതി അമ്മയോട് പറഞ്ഞല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്നോട് പറയാത്തേന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മ കണ്ടുപിടിച്ചാ ഞാൻ അമ്മയോട് പറഞ്ഞല്ലെന്ന് പറയാ. ഓഹോ, അപ്പൊ അതുകൊണ്ട് എന്നോട് പറയേണ്ടതാണോ? ഭാര്യയും ഭർത്താവാണെങ്കിൽ എല്ലാം ഷെയർ ചെയ്യുന്ന കഴിയുന്നവരായിരിക്കണം. ശ്രുതി പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഇത്രയും നാൾ കൂടെ കഴിഞ്ഞല്ലേ, എന്നിട്ട് എങ്ങനെ തുറന്നു പറയാൻ പാടില്ലായിരുന്നെന്ന് ചോദിക്കുക. അത് പിന്നെ എന്റെ അവസ്ഥ അതായിപ്പോയി. ഞാൻ എന്ത് വേണം നിനക്ക് വേണ്ടി ചെയ്തു തരാം. നീ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. കാരണം എന്റെ അവസ്ഥ ആയതുകൊണ്ടല്ലേ. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയണം. വേണ്ട സുധി, സുധി ഇനി കള്ളസത്യം ഒന്നും ഇടണ്ട. എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ സുധി നന്നാവുമെന്ന് വിചാരിച്ചിരുന്ന ഞാനാ മണ്ടി. സുധിക്കറിയാലോ, എനിക്ക് ഈ പറയുന്ന ബന്ധുക്കാരോ ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഇത്രയും വലിയൊരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലോ, സുധിയെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ ഇപ്പം എൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്നു പോയി. കാരണം ഒരു നിമിഷം കൊണ്ട് സുധി എനിക്ക് ചേരത്തില്ല. സുധിക്ക് ഞാൻ ചേരുന്ന പെണ്ണുമല്ല. എൻ്റെ മനസ്സിലെ മോഹങ്ങളെല്ലാം വെറുതെ ആയിപ്പോയി. ഇനി എനിക്ക് അതേ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നുമില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയേക്കാന്ന് പറയാണ്. പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട്, നീ അങ്ങോട്ട് ഇറങ്ങാൻ, എനിക്കറിയാം അങ്ങോട്ട് പോകണമെന്ന്. ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടുന്ന് നിൽക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് മുറിയിലേക്ക് വന്ന് സച്ചിയുടെ അടുത്തേക്ക് രേവതി എന്നിട്ട് പറഞ്ഞു, അല്ല സച്ചിയേട്ടാ, സച്ചിയേട്ടൻ എങ്ങനെയാ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്ന് ചോദിക്കാം. അതെല്ലാം അപ്രതീക്ഷിതമാണ് രേവതി. ഞാൻ പാർക്കിൽ കുറച്ച് നോട്ടീസ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ കടയുടെ. അപ്പൊ അതിന് വേണ്ടി പോകുന്ന സമയത്താണ് അവിടെ വെച്ച് ഇവനെ കാണുന്നത്, സുധീനെ കാണുന്നത്. അപ്പൊ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിക്കാരനോട് കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കി. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞ ഇതൊക്കെ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കുക. ഇല്ല, വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം അത്രമാത്രം അപമാനിച്ചിട്ടുണ്ട് സച്ചിയേട്ടനെ ആണെങ്കിലും. ദയവായിട്ട് നമുക്കൊരു അവസരം കൊണ്ട് തന്നിരിക്കുന്ന എന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പായി, സുധിയുടെ അവിടുത്തെ എല്ലാ വിലയും പോയി. എല്ലാ വില അല്ലെങ്കിൽ തന്നെ അവന് വിലയില്ലായിരുന്നു. ശ്രുതിയുടെ മുന്നേ അവൻ നാണം കിട്ടും. പക്ഷെങ്കിൽ ഇതിനേക്കാളും വലിയ കള്ള ഒളിപ്പിച്ചിട്ട് ശ്രുതി തന്നോട് ഈ കാര്യങ്ങളൊന്നും പറയണമെന്ന് ഈ പറയും ശ്രുതിക്ക് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.